നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടിക പരാതികൾ കൃത്യമായി പരിശോധിക്കും, ആരും ഒഴിവാക്കപ്പെടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണെന്ന് മന്ത്രി കെ രാജൻ. മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാൻ തീരുമാനം, സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ടുയർന്നിട്ടുള്ള പരാതികൾ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പാകപ്പിഴകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിതരായ ആരും ഒഴിവാക്കപ്പെടില്ലെന്നും അനധികൃതമായി ഒരാളും പട്ടികയിൽ കടന്നുകൂടില്ലെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിൽ ഇപ്പോൾ പുറത്തുവിട്ട ലിസ്റ്റ് അന്തിമമല്ലെന്നും പരാതി നൽകാൻ 15 ദിവസത്തെ സമയമുണ്ടെന്നും മുഴുവൻ പരാതിയും പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ലക്ഷ്യം ആരെയും ഒഴിവാക്കലല്ലെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പുനരധിവാസമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി കാണുന്നു. പട്ടികകളിലെ പേരുകളിലുണ്ടായ ഇരട്ടിപ്പും തെറ്റായ വിവരങ്ങളും ജാഗ്രതക്കുറവ് കൊണ്ടുണ്ടായതാണെങ്കിൽ കർശനമായ നടപടിയുണ്ടാകും. ജനുവരിയിൽ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പൂർത്തിയാക്കും. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി പരിശോധിച്ച ശേഷമാകും അന്തിമ പട്ടിക തയ്യാറാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അദാലത്ത് വേദിയിൽ 10 പേർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ 267 അപേക്ഷകൾ പരിഗണിച്ചു. ഓൺലൈനായി 142 അപേക്ഷകളും നേരിട്ട് 125 അപേക്ഷകളും ലഭിച്ചു. 67 അപേക്ഷകർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവരെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിച്ചു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ ഭാഗമായി തലപ്പള്ളി താലൂക്കിൽ നടന്ന അദാലത്തിൽ 11 പട്ടയങ്ങൾ കൈമാറി. തലപ്പള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ 528 പരാതികൾ പരിഗണിച്ചു. ഓൺലൈനായി 298 പരാതികളും നേരിട്ട് 230 പരാതികളും ലഭിച്ചു. അദാലത്തിലെത്തിയ മുഴുവൻ പരാതികളിലും മന്ത്രിമാർ അടിയന്തര പരിഹാരം കാണുന്നതിനായി വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാവക്കാട് താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയും അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതിയും രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ 60 വയസ്സ് പിന്നിട്ട 64 ലക്ഷം വയോജനങ്ങൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ 1600 രൂപ വീട്ടിൽ എത്തിച്ചു നൽകുന്ന സർക്കാരാണ് കേരളത്തിലേത്. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്ന വേദികളാണ് അദാലത്തുകളെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. മുനമ്പത്തെ താമസക്കാരിൽ നിന്നും ഭൂനികുതി വാങ്ങണമെന്ന നിലപാടറിയിക്കാൻ സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. വർഷങ്ങളായി മുനമ്പത്ത് താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ അറിയിക്കുക. മുനമ്പത്ത് സമരം ചെയ്യുന്നവരുടെ പ്രാഥമിക ആവശ്യം റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കരട് അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. 610 കുടുംബങ്ങളുടെയും നികുതി സ്വീകരിക്കാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ എത്തിയിട്ടുള്ളത്. MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് മന്ത്രി കെ രാജൻ. കഥകൾ കൊണ്ട് മലയാളികളുടെ മനസ്സു നിറച്ച ഏറ്റവും പ്രിയപ്പെട്ട MT കഥാവശേഷനായിരിക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു. നോവലിസ്റ്റായും തിരക്കഥാകൃത്തായും സിനിമാ സംവിധായകനായും നാടകകൃത്തായും പത്രപ്രവർത്തകനായും MTയെ മലയാളം കണ്ടു. ജ്ഞാനപീഠം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ ആദരവെല്ലാം MTയെ തേടിയെത്തി. അനേകം നോവലുകളും കഥകളും സിനിമകളും നമുക്ക് സമ്മാനിച്ച് കടന്നുപോയ MT ഇനിയൊരു രണ്ടാമൂഴമില്ലാതെ എല്ലാം തിളക്കമുള്ള ഓർമ്മകളുടെ വിലാപയാത്രയായി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. മലയാള ഭാഷ ഉള്ളിടത്തോളം
MTയുടെ വാക്കുകളും കഥാപാത്രങ്ങളും മലയാളികൾക്കൊപ്പം ജീവിക്കുമെന്നും മന്ത്രി അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. മോക്ക് ഡ്രിൽ നടത്തി. സുനാമി പോലുള്ള ദുരന്തമുണ്ടായാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിൻ്റെ നേർക്കാഴ്ചയായി അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിൽ നടത്തിയ മോക്ക് ഡ്രിൽ. ഇൻകോയിസ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, പുറക്കാട് ഗ്രാമപഞ്ചായത്ത്, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ സ്റ്റഡീസ് എന്നിവർ സംയുക്തമായാണ് സുനാമി മോക്ക് ഡ്രിൽ നടത്തിയത്. മോക്ക് ഡ്രില്ലിൽ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്നതും കൃത്യതയോടെ ദുരന്ത നിവാരണ സേന അവതരിപ്പിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. കഴക്കൂട്ടം സർവേ സൂപ്രണ്ട് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അനസിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ മലയാളികൾക്കും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.